കാലഘട്ടത്തിനിടയിൽ ഏതാണ്ട് ഒരു 100ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് 60-70 സിനിമയോളം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് ആർക്ക് വേണ്ടി? കെ ഹരിദാസിൻ്റെ 6-7 സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ വിനിയേട്ടൻ്റെ 5-6 സിനിമ എന്നാണ് തോന്നുന്നത്, തമിഴ് പടം കൂടെ ചേർത്തിട്ട്. പ്രണയനിലാവ്, ഇൻഡിപെൻഡൻസ്, കാട്ടിയമ്പകം, ഊമപ്പെണ്ണ്, ഉരിയാടാ പയ്യൻ, അതിൻ്റെ തമിഴ് എൻമനവാനിൽ. ഇപ്പോൾ ചെറിയ പ്രത്യേകത പറയേണ്ടത്, ഊമപ്പെണ്ണ് എന്ന് പറയുന്നത് മലയാളത്തിനേക്കാളും നന്നായത് തമിഴാണ്. പക്ഷെ ആർട്ടിസ്റ്റ് പുതിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവിടെ ഉണ്ടായില്ല, എന്തോ ഒരു ഇതുകൊണ്ടാണ്. പക്ഷെ നല്ല രസമായിട്ടുള്ള പടമായിരുന്നു. തുളസിദാസിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല. ഏകദേശം തുളസിദാസിൻ്റെ ഒരു 5-6 പടം ചെയ്തു. പിന്നെ ഉണ്ട് ജോസ് തോമസ്, VM വിനു, നിസാർ, ജോസ് തോമസ്, മധുസർ, പതാക, കെ മധു. ഇത് സേതുരാമയ്യർ CBI, ഞാനല്ല, അത് സാലു സാറായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഏകദേശം ഞാൻ തന്നെയായിരുന്നു. നേരറിയാൻ CBI, അതേമാതിരി ഒരുമാതിരി ക്ലാഷ് മീൻസ് ജസ്റ്റ് ഏകദേശം ടൈറ്റിലെല്ലാം എൻ്റെ ഇട്ടതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, എന്താ വേറൊരു ക്യാമറമാനെ വെച്ചിട്ട് എൻ്റെ വലിയ CBI എന്താ വെച്ചാൽ കുറേ അധികം എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. സാലു സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. എന്താ പറഞ്ഞാൽ എന്നെ വിളിച്ചു പറഞ്ഞു ലാബിൽ നിന്ന് നല്ല റിസൾട്ടായിട്ടുണ്ട്. അതെല്ലാം അല്ലേ നല്ല ഒരു കാര്യങ്ങളായിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ മലയാളത്തിൽ പേര് പറയാൻ പറ്റില്ല എങ്കിലും വിപിൻ ചേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാഷ് വർക്ക് ചെയ്യും ആദ്യം. അപ്പോൾ ഞാൻ ക്യാമറമാനൊന്നും ആയില്ല, ഞാൻ അസിസ്റ്റൻ്റാണ്. GS വിജയൻ്റെ ഘോഷയാത്ര എന്ന് പറയുന്നത്. TA റസാഖ് ഉണ്ടല്ലോ, മൂപ്പരുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് കലാസിന്ന് ആദ്യം പേര്, പിന്നീട് അത് പേര് മാറി. ആദ്യം സ്റ്റാർട്ടിങ് വിപിൻ മോഹനായിരുന്നു. ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ പല പടങ്ങളും നമ്മൾ അറിയാതെയും നമ്മളെ പേരില്ലാതെയും ചെയ്ത പടങ്ങൾ കുറേ ഉണ്ട്. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു മമ്മൂക്കായുടെ കൂടെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കനെ പരിചയപ്പെടുന്ന ഇവിടെ പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് മമ്മൂക്കയായിട്ടും മോഹൻലാലുമായിട്ടും ഒന്നും യാതൊരു ബന്ധവും ഉണ്ടായില്ല ആദ്യമൊന്നും. പിന്നെ ഈ മമ്മൂക്കനെ ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. സിബി മലയിൽ സാറിൻ്റെ പടം സാഗരം സാക്ഷി, അതിൻ്റെ ചെന്നൈ എപ്പിസോഡ് ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ന ആളുടെ അനിയനാണ്, പുഷ്പൻ്റെ അനിയനാണ്. മൂപ്പര് ആഡ് ഫിലിംസ് എല്ലാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് കുറേ ഈ മേള, കോലങ്ങൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയായിട്ടുള്ള ഇത് ഉണ്ട്. അപ്പോൾ എന്നോട് പറയാറുണ്ട് കഥകൾ, ശ്രീനിവാസനായിട്ടുള്ള കഥ ഇതെല്ലാം പറയുമ്പോൾ തന്നെ കുറേ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ മമ്മൂക്കയായിട്ട്. പിന്നെ ചില ഇതൊക്കെല്ലാം മൂപ്പർക്ക് എന്നാ ഒരു നോട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചില സമയം പറയാറുണ്ട് ഏതെങ്കിലും പടം നമുക്ക് ചെയ്യാം എന്നല്ല. എന്തായാലും സേതുരാമയ്യറിലും വർക്ക് ചെയ്യുന്ന സ്പീഡ് കണ്ടിട്ടോ എന്തോ അറിയില്ല, അത് പ്രത്യേക ഒരു താല്പര്യം തോന്നിയോ എന്തോ അറിയില്ല. എന്നോട് കുറേ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടോ മൂപ്പരുടെ റെക്കമെൻഡേഷനിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ പറയാൻ പറ്റിയല്ലോ, ഒരു വലിയ മഹാനടൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള സംഭവമല്ലേ. അത് പറയുമ്പോൾ വേറൊരു തമാശ, അതിൻ്റെ ഇടയിൽ ചെറിയൊരു തമാശയുണ്ട്. നമ്മുടെ സേതുരാമയ്യർ മറ്റേ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പേ വർക്ക് ചെയ്യുന്ന, അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഫാസ്റ്റ് വർക്ക് എന്നുള്ളതെല്ലാം. മൂപ്പർക്ക് അതാണല്ലോ, മൂപ്പർ നല്ല ഫാസ്റ്റ് വർക്ക് വേണം എല്ലാത്തിലും, പിന്നെ കൺഫ്യൂഷൻ വേണ്ട. കൺഫ്യൂഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായില്ല. എന്താ പറഞ്ഞാൽ എത്രയോ പടങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യുന്നത് തന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടെങ്കിലും എൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു വെട്ടലോ തിരുത്തലോ ഞാൻ ഇതുവരെ ഉണ്ടായില്ല. ആ ഷോട്ട് എഴുതി വെച്ചില്ല, എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി. ഇന്ന് സീൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഷോട്ടാണ് എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക് അത് വരും. അതിപ്പോൾ ഡയറക്ടർ ആയാലും ഡയറക്ഷൻ സെക്ഷൻ ആയാലും ക്യാമറയിലാകുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. എല്ലാം ഡയറക്ടർ തന്നെ ഓർക്കണം എന്നൊന്നുമില്ലല്ലോ, എല്ലാം ഡയറക്ടർ തന്നെ അതിൻ്റെ ഉത്തരവാദി. എന്നാലും നമ്മളത് ചില സമയമല്ല നമ്മൾ കുറേ സജഷൻസ് എല്ലാം നമുക്ക് പറയാം. അതാണല്ലോ ഒരു ക്യാമറമാൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരു ദിവസം, ഞാൻ അന്ന് ഹൈദരാബാദിൽ പോയിരിക്കുകയായിരുന്നു. ഹൈദരാബാദിൽ നിൽക്കുന്ന സമയത്ത് സാലു സാർ എന്നെ വിളിച്ചു ഒരു ദിവസം. എന്നോട് പറഞ്ഞു, ഇമ്മീഡിയറ്റ് ഇങ്ങോട്ട് വരണം, നമുക്ക് പടമുണ്ട്. സേതുരാമയ്യറാണ്, 2 പടവും ആയതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ ഇമ്മീഡിയറ്റ് പിറ്റേ ദിവസം തന്നെ ഞാൻ ഫ്ലൈറ്റിൽ എറണാകുളം വന്നു. ഞാൻ ആ പടം തുടങ്ങി മമ്മൂക്കേൻ്റെ. അപ്പോൾ പിന്നെ കണ്ട് പരിചയം നല്ല ഉണ്ട്, മമ്മൂക്കായിട്ടെല്ലാം നല്ല രോഗിയുണ്ട് അപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അതൊരു പടത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു ദിവസം പറഞ്ഞു, അതിന് മുമ്പേ വേറൊരു സംഭവം നടന്നു. അത് മമ്മൂക്ക ഓർമ്മിച്ച് നിൽക്കണമല്ലോ, എന്തായാലും ഇത്രയും വലിയ കാര്യങ്ങൾ. അപ്പോൾ എന്നെ പറ്റിയിട്ട് ചെറിയ ഓർമ്മയെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലാതെ അങ്ങനെ ഓർമ്മിച്ചിട്ടില്ല. ഒരു കാലത്ത് ഒരു ബാൻ ചെയ്തിരുന്നു ആർട്ടിസ്റ്റിനെല്ലാം. ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടും ആരും ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നു മലയാളത്തിൽ, ഒരു മെയിൻ ആർട്ടിസ്റ്റ് ഏതും. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു പടം വന്നത്, സിനിമ എടുക്കാൻ പാടില്ല. ആ സമയത്താണ് എനിക്കൊരു പടം ചെയ്യുന്നത്, പാസ് എന്ന് പറയുന്ന പടം. സന്തോഷ് പാലി അങ്ങനെയുള്ള ആർട്ടിസ്റ്റ്, നാടകത്തിലെ കുറേ ആർട്ടിസ്റ്റിനെല്ലാം വെച്ച്
ഹരിശ്രീ അശോകനിലുണ്ടായിരുന്നു, അവരെല്ലാം പിന്മാറിയതാണ്. എന്താ വെച്ചാൽ അവരെ വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പാടില്ലല്ലോ. അങ്ങനെ ഇരിക്കും. ആ സമയത്താണ് നമ്മുടെ കമൽ സാറിൻ്റെ ഒരു പടം നടന്നുകൊണ്ടായിരുന്നു. ഇത് ഗോൾ ഊട്ടിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതെല്ലാം പുതിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൽ ഈ രണ്ട് പടവും മാത്രമേ അന്ന് നടക്കുന്നുണ്ടായില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധ ഈ പടത്തിലായിരിക്കും. ആർട്ടിസ്റ്റ്, എന്താണ് ഇൻ്റർവ്യൂ, വെറുതെ ഉണ്ടാവും. ഒരു ആർട്ടിസ്റ്റിനും പണിയൊന്നും ഇല്ലല്ലോ, അഭിനയിക്കാനുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ആ സമയത്ത് വന്നു ഒരു ഇൻ്റർവ്യൂ ഒന്ന് കുറേ ചോദ്യങ്ങൾ വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ആത്മാർത്ഥമായി പറഞ്ഞു പോയി. എന്താ പറഞ്ഞാൽ അത് ശരിയുമാണ് കുറേയെല്ലാം. എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പുതിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവരെ കമൻറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ മമ്മൂക്കാൻ്റെ അടുത്ത് മമ്മൂക്ക നിങ്ങൾ ഇത്ര മണിക്ക് വരണം നമുക്ക് പറയാൻ പറ്റില്ല. അത് മമ്മൂക്കാൻ്റെ റേഞ്ച് വെച്ച് നമുക്കത് പറയാൻ പറ്റില്ല. ഒരു ഡയറക്ടറുമല്ല പറയാം കുറച്ച് രാവിലെ വരണം. അവരൊരു സമയമുണ്ട്. പിന്നെ അതൊരു ഇരുത്തമ്പളെന്ന നടന്മാറില്ലേ, അതിന് മുമ്പേ കുറേ വേറെ സീൻ എടുക്കട്ടെ എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടാവാം, അതായിരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് പറഞ്ഞു, എല്ലാം പുതിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരെ വന്ന് നല്ല ഒരു ക്യാമറമാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന നല്ല രാവിലെ ഷൂട്ടിംഗ് തുടങ്ങും. ചില ഷൂട്ടിങ്ങെല്ലാം പോയാണ്ടാ നമ്മൾ രാവിലെ പോയിരുന്നു 12 മണിയാകുമ്പോൾ ഷൂട്ട് തുടങ്ങും, നമ്മൾ പോയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമ്മളെന്ത് ആഗ്രഹിക്കുക പറഞ്ഞാൽ നല്ല ഗ്ലാമർ ആക്കണമെങ്കിൽ എപ്പോഴും ഒരു ബാക്ക് ലൈറ്റ് വെച്ച് ഷൂട്ട് ചെയ്താൽ നല്ല സോഫ്റ്റ് ലൈറ്റിൽ നല്ല നട്ടുച്ചക്കെല്ലാം എടുക്കുന്നതിനേക്കാളും ഏറ്റവും സുന്ദരമായിരിക്കും ഈ മോർണിംഗ് എല്ലാം എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആർട്ടിസ്റ്റും കുറച്ച് ഗ്ലാമർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇങ്ങനെ ഇവരെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് നമുക്ക് നല്ല ക്യാമറമാന് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വർക്ക് ചെയ്യാം, നല്ല ഗ്ലാമർ ഉണ്ടാക്കാൻ പറ്റും, നല്ല നേരത്തെ തുടങ്ങാം. പിന്നെ നമ്മുടെ വലിയ വലിയ ആർട്ടിസ്റ്റെല്ലാം ആകുമ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എൻ്റെ ആത്മാർത്ഥമായി ഒന്ന് പറഞ്ഞു പോയി. കഷ്ടകാലമോ നല്ല കാലമോ അറിയില്ല. അത് ഞാനത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല അത്. അപ്പോൾ ഇത് ആര് കാണും, നമ്മളെ ഇൻ്റർവ്യൂ എല്ലാം ആര് കാണും. അപ്പോൾ ആ സമയത്ത് കുറേ ആൾ പണിയില്ലാതിരിക്കുമ്പോൾ എല്ലാം ടി വി വെച്ചിരിക്കുകയായിരുന്നു, എന്തെല്ലാം അടി നടക്കുന്നുണ്ട്, പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും എന്ത് ചെയ്യുന്നു, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മുടെ കാവ്യ എന്നെ വിളിച്ചു പറഞ്ഞു, ഉൽപ്പലേട്ടാ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തത്, നമ്മൾ ആർട്ടിസ്റ്റൊന്നും വരൂല, നിങ്ങളത് മോശമല്ലേ. ഞാൻ പറഞ്ഞു അതിങ്ങനെ പറഞ്ഞു പോയതാ, വെറുതെ നമ്മളൊന്നും അറിയില്ലല്ലോ, ഇതിങ്ങനെ പോയി. ഞാനത് മറന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം 3 കൊല്ലം 4 കൊല്ലം മറ്റേ കഴിഞ്ഞ സമയത്താണ് ഈ പടം സേതുരാമയ്യർ വരുന്നത്. എന്നോട് മധു സാർ പറഞ്ഞു, എന്താ നീ മമ്മൂക്കയിലുള്ള പ്രശ്നം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അയ്യോ മൂപ്പര് എനിക്കെന്ത് പ്രശ്നം? അയ്യോ ഒന്നുമില്ല, എനിക്കറിയില്ല ഞാൻ എന്ത് പറയാൻ, മമ്മൂക്കായിട്ട് അങ്ങനെ ഞാൻ വർക്ക് ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ മമ്മൂക്കനെ പറ്റിയിട്ട് മമ്മൂക്കനെ പറ്റിയല്ല, ആർട്ടിസ്റ്റിനെ പറ്റി നല്ല ഇപ്പോഴുള്ള പുതിയ ആർട്ടിസ്റ്റും പഴയ ആർട്ടിസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റി എന്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഇതാണ് അന്ന് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്ത് ഇതായിരിക്കാം എന്ന് ഞാൻ ഊഹിച്ചു. അതിങ്ങനെ പറയണോ വേണ്ടിയോ എന്ന് വലിയൊരു സ്ഥിരീകരിക്കാത്തതും വലിയൊരു ഇതായത് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എന്തോ ആരെങ്കിലും പറഞ്ഞതായിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വലിയ സീരിയസ് ആക്കിയില്ല. ആ ഷൂട്ടിങ് കഴിഞ്ഞു, മമ്മൂക്ക ഹാപ്പി ആയിരുന്നു, എൻ്റെ അടുത്ത് ഒന്നും പറയാറില്ല, മമ്മൂക്ക ഒന്നും പറയില്ല. പിന്നെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് കുറവായിരിക്കും. ഷൂട്ടിങ്ങിലെല്ലാം ക്യാമറമാനൊന്നും പോയി ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊന്നും അധികം വർത്താനൊന്നും പറയില്ല. പിന്നെ അത് ആവശ്യമുണ്ടൊക്കെ പറയാന്നല്ലാണ്ട്. അതെല്ലാം കഴിഞ്ഞ് പട്ടണത്തിൽ ഭൂതം ജോണി ആൻ്റണി ഒരു ദിവസം ജോണി എന്നെ വിളിച്ചു പറഞ്ഞു, ജോണി ഞാനും കുറേ വർക്ക് ചെയ്തിരുന്നല്ലോ തുളസിദാസിൻ്റെ കൂടെ. ജോണി എന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്പോഴേട്ടാ ഒന്ന് നമുക്കൊരു പടമുണ്ട്, ഷൂട്ട് ചെയ്യണം. അത് സ്റ്റാർട്ടിങ് വേറൊരു ക്യാമറാമാനായിരുന്നു, മൂപ്പര് 2-3 ദിവസം ഷൂട്ട് ചെയ്ത് എന്തോ ഇതിൽ കൊണ്ട് മൂപ്പര് മാറി. അപ്പോൾ എന്നോട് പറഞ്ഞ് നമ്മൾ ചെയ്യണം, നമ്മൾ ശരി. ജോണി കുറച്ച് ടെൻഷനാണ് ചില സമയമെല്ലാം, ഇങ്ങനെ ടെൻഷനാണ്, വർക്കിനോടുള്ള താല്പര്യമുണ്ട്. തമാശ കളിക്കുന്നുണ്ടെങ്കിൽ ആൾ കുറച്ച് ഇതാണ്, കഥയിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോഴേ നമുക്കറിയാം, നല്ല മൂപ്പർക്ക് അതിനോട് ഭയങ്കര എന്തുണ്ടെങ്കിലും അതിനെ വാദിച്ച് അത് ശരിയല്ല എന്ന്. അപ്പം അങ്ങനത്തെ എല്ലാം കുറച്ച് ടെൻഷനുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ചെറിയൊരു ടെൻഷൻ. എന്നാലും എൻ്റെ സ്വഭാവത്തിൽ വലിയ പ്രശ്നമൊന്നുമല്ല അത്. എന്താ പറയുക, നമ്മളങ്ങനെ അധികാരം അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെ ഏതോ ആ ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ മമ്മൂക്കയാണ് ഹീറോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ജോണി എന്നെ വിളിച്ചിട്ട് സെപ്പറേറ്റ് പറഞ്ഞു, ചേട്ടാ എന്ത് പ്രശ്നം മമ്മൂക്കായിട്ട്? എടാ ഇത് വലിയ പ്രശ്നമായല്ലോ, ഞാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. അപ്പം എനിക്ക് ഓർമ്മ വന്നു, ഇതാണ് സംഭവം. 6 കൊല്ലത്തിന് ശേഷം CBI വർക്ക് ചെയ്തല്ലോ. അതെ, അപ്പോൾ അതിൽ വർക്ക് ചെയ്ത പ്രശ്നമൊന്നുമില്ല, മമ്മക്കൊക്കെ അങ്ങനെയൊന്നുമില്ല. അത് എന്തോ തമാശയിൽ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അത് മൂപ്പര് ശരിയാവില്ല. മൂപ്പര് ഇങ്ങനെ ആർട്ടിസ്റ്റിനെ പറ്റിയെല്ലാം വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംഭവം പിടികിട്ടി. അപ്പോൾ ഇത് തന്നെ. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ
ഞാൻ ഇങ്ങനെ സമയം അതിനൊരു സമയം വേണ്ടേ. മൂപ്പര് ഷൂട്ട് കഴിഞ്ഞാൽ മൂപ്പർ കാരവാനിലുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തെവിടെയും ആരോഗ്യ വർത്താനം പറയുമ്പോൾ നമുക്ക് ഈ ക്യാമറേൻ്റെ വിട്ടിട്ട് ഓടിപ്പോയി അവിടെ നിന്നൊരു 10 മിനിറ്റ് നിന്ന് വർത്താനം പറയേണ്ട സമയമൊന്നും ചില സമയം ഉണ്ടാവില്ല. നല്ലൊരു ബ്രേക്ക് ടൈം ആകുമ്പോൾ മൂപ്പർ ഭക്ഷണം കഴിക്കാകുമ്പോൾ എന്തിനു വെറുതെ ബുദ്ധിമുട്ടിക്ക് നമ്മളതൊന്നും ചെയ്യില്ല. അത് മൂപ്പർക്കൊരു അലോസരായി തോന്നണ്ടായി വിചാരിച്ചു. ഒരു ദിവസം ഷൂട്ടിങ് കുറച്ച് നേരത്തെ പേക്കപ്പായി പേക്കപ്പ് എന്ന് പറഞ്ഞ ഉടനെ മൂപ്പര് എല്ലാം അയച്ച് റെഡിയായി മൂപ്പര് പോവാൻ നിൽക്കുമ്പോൾ ഞാൻ ബാക്ക് ലൈനിൽ പോയി മമ്മൂക്കാൻ്റെ കൈ പിടിച്ചു. മമ്മൂക്ക എന്തേ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, 1 more എടുക്കണോ? ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, മമ്മൂക്കൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതെങ്ങനെ എനിക്ക് ന്യൂസ് 2-3 നിൽക്കുന്ന കിട്ടി. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് എന്തോ ഒരു ഇതിൽ പറഞ്ഞു പോയി, അത് സത്യം തന്നെ, ഇങ്ങനെ ഇത്ര വലിയൊരു ഇഷ്യൂ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊന്നും സാരമില്ലടാ, എന്താ അത്, അത്രേ ഉള്ളൂ, നമുക്കെൻ്റെ അടുത്ത് നമ്മൾ പോയി അങ്ങോട്ട് സറണ്ടർ ആയി കഴിഞ്ഞാൽ ഓക്കെ. അല്ല അന്ന് പറഞ്ഞ ആ അഭിപ്രായം ഇപ്പോഴും ഉണ്ടോ? ആയിരിക്കും, മനസ്സിലായില്ല. അല്ല അന്ന് പറഞ്ഞ ആ അഭിപ്രായം പുതിയതും പഴയതും ഇപ്പോഴും ഉണ്ടോ? ഇല്ല ഇല്ല, അത് മതി. അത് നമുക്ക് ഇത്ര പിന്നെ എൻ്റെ ഇന്റർവ്യൂ ഒരു ആർട്ടിസ്റ്റിന്റെ അതെങ്കിൽ നോക്കാൻ ആൾക്കാരുണ്ട്, നമ്മളെ ഇന്റർവ്യൂ അത് പോട്ടെ നടത്തിട്ട് തള്ളി വിടും, അടുത്ത ചാനലിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അത് അത്ര വലിയ കാര്യമാക്കൂല എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്തോ എൻ്റെ കഷ്ടകാലം ഒന്നും അറിയില്ല, മമ്മൂക്കൊക്കെ കണ്ടതാണോ അല്ല മമ്മൂക്കൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞതായിരിക്കുമോ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ മമ്മൂക്ക അതൊരു തമാശയായിട്ട് ഇങ്ങനെ അന്ന് പറഞ്ഞിട്ട് അതാ മറ്റേ ഇന്റർവ്യൂ എടുത്തല്ലേ ഉത്പലല്ലേ, ഇവര് കുറച്ച് വളവനാണല്ലോ എന്ന്. അപ്പൊ ജോണി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, മമ്മൂക്കും അറിയാം, എന്നെ പറ്റി അറിയാം, ഇങ്ങനെ വലിയ ഉപദ്രവമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു തമാശയിൽ അങ്ങനെ വന്നിട്ടുണ്ടാവും. അത് അങ്ങനെ അതെങ്കിൽ എന്നാ CBI വർക്ക് ചെയ്യുമ്പോൾ വേണ്ട, ഇയാൾ വേണ്ട, വേറെ ആളെ വിളിക്കുന്നു പറയൂലേ, ഒന്നും ഉണ്ടാവില്ല. മമ്മൂക്കൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് എനിക്ക് വിശ്വാസമുണ്ട് മമ്മൂക്കേനെ. അതുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ഞാനത് പറഞ്ഞ് കോംപ്രമൈസായി, ഒരു പ്രശ്നമില്ല. മൂപ്പരത് ചിന്തിച്ചിട്ടുമില്ല പാവം.